എടി ആ ചെറുക്കനിൽ നിന്ന് പാല് കൊണ്ടുവന്നാ അവൻ എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് പാല് കൊണ്ടുവന്നുണ്ടോ? വേണ്ട സമയത്ത് ഒന്നും ഉണ്ടാവത്തില്ല ആ ചെക്കൻ. ആ ദേ വരുന്നു നിങ്ങളുടെ ഹംസം. സത്യേട്ടാ പാല് നീ കൈ അങ്ങ് എടുത്തടാ. അങ്ങനെ വലിച്ചു കയറ്റിയേക്കണ കണ്ടില്ലേ? അതങ്ങ് ഇറങ്ങട്ടേന്ന്. എടാ കൈയെടുക്കാൻ. എന്താ ചേച്ചി ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാട് പോലെ ഉണ്ടാക്കുന്നത്? ഞാൻ സത്യമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിയ കേട്. എടാ അങ്ങേര് വലിച്ചു കയറ്റിയിട്ട് ആ ശ്വാസം ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ അടുത്ത് 5 പൈസ ഉണ്ടാ. ഓ അങ്ങനെ അങ്ങ് വലിയ വലിയ ആള് കളിക്കുകയാണ്. പിന്നെ എന്റെ കുടുംബത്തെ കാര്യം ഞാൻ ഇല്ലാണ്ട് നീ നോക്കുവോ? ഓ നിങ്ങളുടെ കാര്യമൊന്നും പറയുന്നു വേണ്ട. നിങ്ങൾ എന്താ പാലെടുത്ത് കൊണ്ട് വെക്ക്. എടാ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്തേ? നീ ശരിക്കേ പാലില് വെള്ളം ചേർക്കുവാണോ വെള്ളത്തിൽ പാല് ചേർക്കുവാണോ ചെയ്യുന്നത്? ദൈവമേ ഈ ഇല്ലാമത്തിനൊക്കെ ആരാ പറയുന്നത്? സത്യമായിട്ട് കേട്ടോ? നീ ആ കൈയെടുത്തടാ പട്ടി. എന്തൊക്കെയാ ചേച്ചി പറയണത്? ആരാ പറയുന്നത് ഈ പാലിനകത്ത് വെള്ളം ചേർത്തത്? ഞാൻ ഒരു തുള്ളി പാല് വെള്ളം ചേർക്കാറില്ല, അറിയോ? എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം അതിനകത്തൊരു പാൽമാക്രീനെ കണ്ടത്? അയ്യോ അത് പാലുമാക്രി അല്ല, പിന്നെ അത് പാലുമാക്രി. ശുദ്ധമായിട്ടുള്ള പാലിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. സത്യമായിട്ട് പറഞ്ഞിട്ടൊക്കെ. കൈ ഞാൻ വെട്ടും ഞാൻ. എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ സത്യമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നു. ചേച്ചിക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ളതാ. അങ്ങേര് വലിച്ചു കയറ്റാൻ തുടങ്ങി. ദൈവമേ ഇന്ന് ഞാൻ അങ്ങനെയെങ്കിലും ചത്തു കിട്ടിയാൽ മതിയായിരുന്നു പണ്ടാരക്കാലം. ചേച്ചി എന്തൊക്കെയാണോ പറയുന്നത്? ചേച്ചി ഇങ്ങനെ മുൻചൂണ്ടി കാണിക്കരുത് കേട്ടോ. പിന്നെ മുൻചൂണ്ടി കാണിക്കണല്ല, നീ കാണിക്കണേന് നിനക്കൊന്നും മര്യാദയ്ക്ക് നടക്കാൻ പാടില്ലേ? ഞാൻ മര്യാദയ്ക്ക് നടക്കുന്നത്. പിന്നെ പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ. ചേച്ചി ഈ സാരി ഉടുത്തിരിക്കുമ്പോൾ ചേച്ചി കാണാൻ ഭയങ്കര രസമാ. 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ സാരിയാടാ മോനെ കൊടുക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട് ചേച്ചി. ചേച്ചി ഈ സാരി ഉടുത്ത് ചേട്ടനോട് നിൽക്കുമ്പോൾ പ്രത്യേക ഭംഗിയാ. നീ പോടാ അവിടുന്ന്. സത്യം. ആദ്യം ഞാൻ സാരിയുടെ ബോർഡർ ഇല്ലേ? ഞങ്ങള് നല്ല ചേർച്ചയില്ലടാ ഞാനോട്. പിന്നെ സത്യം ഭയങ്കര ചേർച്ചയാണല്ലോ. കൈ എടുത്ത് മാറ്റിയേ. എടാ ഞാനിത് എപ്പോഴും ഇവളോട് പറയുമ്പോഴേ ഇവിടെ പറയും അത് പോരാ പോരാന്ന് പറയുള്ളൂ. ഞങ്ങള് തമ്മിൽ നല്ല ചേർച്ചയാടാ. ഈ ചേച്ചി അല്ലല്ലോ അങ്ങനെയാണെന്ന് ചില സമയത്ത്. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ പാവാ. പിന്നെ അതെ ഞാനത്ര പാവമൊന്നുമല്ല. ആര് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചില ഇപ്പൊ കണ്ടോ? യോ ഇപ്പൊ ഒന്ന് വെച്ചേ കണ്ടോ? കറക്റ്റ് ശോഭനയുടെ കട്ട്. കറക്റ്റാ. അത് നമ്മളെ നാഗവല്ലി ആ പടത്തില് ശോഭന കാണിക്കത്തില്ലേ? ഇത് മാങ്ങമല മറികമല അത് കാണിക്കത്തില്ലേ? അതേ കട്ട്. എന്തോ എനിക്ക് മോഹൻലാലിന്റെ കേട്ടുണ്ടോ? ഉണ്ട്. ശരി സത്യേട്ടന് എവിടേക്കോ ഒരു കട്ടുണ്ട്. ഉണ്ട്. മിന്നാരത്തിലെ പപ്പു ഇല്ലേ, അതിന്റെ കട്ടുണ്ട്. കണ്ടോ ചേച്ചി? അങ്ങനെയൊക്കെ പറയരുത്. സത്യേട്ടന് നല്ല പാവപ്പെട്ട മനുഷ്യനെ. ഓ ഇവൻ വീണ്ടും കൈവച്ചല്ലോ. ദൈവമേ എടാ എന്തിനാടാ? ഞാൻ ഇച്ചിരി നന്നായി നിന്നോട് പെരുമാറി വന്നതല്ലേ. അതല്ലോ ചേച്ചി അങ്ങനെ എന്നെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെടാതെ. അയ്യോ എന്ത് കമ്മല ചേച്ചി ഇട്ടിരിക്കുന്നേ. ആ കല്ല് കണ്ടോ? അതിൽ 4ാമത്തെ കല്ലിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചേച്ചി ഇവിടുത്തെ മറുകില്ലേ, ആ മറുകിന്റെ അതേ വലിപ്പം ആ കല്ലിന്. അതേ സത്യം. നിനക്ക് ഞാനൊരു ചായ ഫ്രീ ആയിട്ട് തരട്ടെ? ചായല്ലേ കുടിക്കുന്നേ? അവനൊരു ചായയല്ലേ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും? ഫ്രീ ആയിട്ട് ഇവിടെ ഒരു പരിപാടിയില്ല, കാശ് തന്നിട്ടുള്ള പരിപാടിയുള്ളൂ. അത് ഞാൻ നോക്കോളാം. ഈ കടയുടെ പകുതി ഇതിട്ട് കാശ് ഇട്ടത് ഞാനും കൂടിയാ. എനിക്കൊരു അവകാശമുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് പാല് തരാറുണ്ട്. അതില്ല. അപ്പൊ ചായ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. സത്യേട്ടാ എന്താടാ എന്തിനാ കിടന്ന് ഇങ്ങനെ കിടന്ന് ചേച്ചിയോട് ചൂടാവുന്നേ? ചേച്ചി ഞാൻ പറഞ്ഞു ശരിയാണ്. ചേച്ചിക്ക് ഗൗരവം വരുമ്പോ ദേഷ്യം വരുമ്പോ. ഇന്ന് കാലത്തുണ്ടായ സംഗതി നിനക്കറിയാം? എന്താ ചേട്ടാ പറ. ഇവിടെ കാലത്ത് ഒരുത്തന് 4 രൂപ പഴം ഫ്രീ ആയിട്ട് കൊടുത്തേക്കണം. ആണോ? നീ അങ്ങോട്ട് ഇറങ്ങി നിന്നടാ. അയ്യോ ചേച്ചി എന്നതാ ചേച്ചി? ചേച്ചിയുടെ മാല ഉണ്ടല്ലോ. അയ്യോ ആ മാല അത് എത്ര പവനുണ്ട് ചേച്ചി? ഇതൊരു 2-2.5 പവനൊക്കെ കാണും. പക്ഷെ 5 കുറവ് പറയില്ല. നമ്മുടെ മറ്റേ അപ്പുറത്തെ ജംഗ്ഷനിലെ ചായക്കട നടത്തുന്ന മറ്റേ ചേച്ചി ഇല്ലേ, ആ ദേവി ചേച്ചി. അയ്യോ ആ ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുണ്ട്. റോൾഡ് ഗോൾഡാ. 10 പറഞ്ഞാ നടക്കുന്നത്. അയ്യോ എന്തൊരു നടപ്പാന്നറിയോ? കൊണ്ടുകൊടുത്ത് അങ്ങനെ നടക്കും. അത് റോൾഡ് ഗോൾഡ് ആവാൻ വഴിയില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനാ മേടിച്ചു കൊടുത്തത്. അവള് പേരെന്തായിരുന്നു? ദേവകി. ദേവകിക്ക് 10 പവന്റെ മാല മേടിച്ചു കൊടുത്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ ഇതിന് ഞാനൊന്നും തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ദേവകിയുടെ കടയിൽ പോകും. സ്വന്തം കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാത്ത മനുഷ്യൻ ദേവകിയുടെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് അവർക്ക് 10 പവന്റെ മാല മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഒരു മഴ അങ്ങ് ഇടിവെട്ടി പെയ്തൊഴുകി. കിടിക്കല്ലേ? ചൂടുവെള്ളം കൊണ്ട് ഞാൻ വായിലൊഴിക്കും കേട്ടോ. 10 പൈസ മുടക്കാത്ത ഞാൻ ദേവിക്ക് 10 പവന്റെ മാല മേടിച്ചു കൊടുക്കുമെന്ന് നീ വിശ്വസിക്കണണ്ടാ?
എനിക്കിതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല സംശയം നിനക്കെന്നല്ല ഒരു പെണ്ണിന് ഞാൻ ഇന്നേവരെ ഒന്നും ചെയ്യുമില്ല, ഇനിയോട്ട് ചെയ്യുമില്ല. ചെയ്തിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന വെട്ടുകത്തിക്ക് ഞാനൊരു പണി അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നേച്ചി വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ ചേട്ടന്റെ പിശക്ക് എല്ലാവർക്കും അറിയാം. ചേട്ടൻ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല. ഇല്ല, സത്യേട്ടൻ ഉണ്ടല്ലോ, സത്യേട്ടൻ മഹാപാപം അറിയാമോ? അയ്യോ കൈയെടുക്കടാ. എത്ര നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യേട്ടൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ചേച്ചി ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. അല്ല അങ്ങേര് കാശ് മുടക്കൂലെന്ന് അറിയാം. ഞാൻ പെട്ടെന്ന് ഒരു ആന്തല് വന്നില്ലേ, 10 പവന്റെ മാല മേടിച്ചു കൊടുത്തു പറഞ്ഞപ്പോ അങ്ങനെ ഒരു സംഭവം ഇല്ല. വിട്ടുകളാ. ശരി വിട്ടുകളഞ്ഞ. നീ പറയടാ. തലനാരക്കാണ് രക്ഷപ്പെട്ടത്. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഈ ആഭരണം എല്ലാം ഇട്ട് വന്ന് മാത്രമല്ല ചേച്ചിക്ക് ഇപ്പൊ ഇച്ചിരി നിറം കൂടെ കൂടിയിട്ടുണ്ട്. ആ മറുകൊക്കെ എടുത്തങ്ങ് അറിയുവാണെന്നേ. ഇതെല്ലാം ഈ ആഭരണമൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോ കറക്റ്റ് ഒരു ദേവിയുടെ ലുക്കാ. അതേന്ന് ചേച്ചി കണ്ട ഒരു ദേവിയെ ദേവി പ്രത്യക്ഷപ്പെട്ടാണ്. പക്ഷെ സ്വഭാവം ഭദ്രാളുടെ എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ഭംഗിയല്ലേ. നിനക്ക് ഇതിന് ഞാനൊരു ബണ്ണും കൂടി ഫ്രീ തരാവേ. എന്നാ മോൻ ചെല്ല്. പോണില്ലേ? അല്ല ചേച്ചി പൊറോട്ട ഇറച്ചി പിന്നെ ഒരു ബണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതെന്താന്നറിയോ, ചേച്ചിന്റെ മോൻ കുറെ നേരം നിർത്തി പോയെടുത്തും സൂപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഞാൻ നിന്നെ ഒന്ന് സൂപ്പിച്ചാ കേട്ടോ. മര്യാദയ്ക്ക് 4 നേരത്തിന് പാലും കൊണ്ട് വന്നേക്കണം. ഇറങ്ങി പോടാർന്ന്. മനുഷ്യ ആരോ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. നിങ്ങൾ ഈ പിശിക്ക് പറഞ്ഞോണ്ടിരിക്കാതെ അകത്ത് കയറിപ്പോക്കെ, ഞാനത് ഡീൽ ചെയ്തോളാം. ഞാനിവിടെ നിൽക്കണ്ട, നിങ്ങൾ നിൽക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ഈ കച്ചവടം ഉണ്ടായിക്കോളൂ. കഴിക്കാമല്ലോട്ടാ? കഴിക്കാനായിട്ട് ഊണുണ്ട്, വീട്ടിലൂണ്. വീട്ടിലൂണാ? എന്റെ പൊന്നെ, ഞാൻ 2-3 ഹോട്ടലുകൾ നോക്കിയിട്ട് ഈ ബോർഡിൽ എഴുതിയ ഒരു വൃത്തി മെന ഇല്ലെന്ന് ഇവിടെ. അതെ ഈ ഏരിയയിൽ വീട്ടിലൂണ് ഇവിടെ മാത്രമേ ഉള്ളൂ. നിറയെ ആൾക്കാർ വരാറുണ്ട്. ഞാൻ ചിലപ്പോ അന്യരാജ്യത്തു നിന്ന് ഒരു അന്വേഷിച്ച ആൾക്കാർ വരാറുണ്ട്. നിങ്ങൾ വീട്ടിലോട്ട് തന്നെ വെക്കണത്? പിന്നെ വീട്ടിൽ വെക്കുന്ന ഊണ്, അത് നല്ല ചെമ്പാവരി ചോറ് കറികളും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഹോട്ടലിൽ കയറി ഞാൻ കഴിക്കില്ല. അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ലെന്നേ. എന്ത് സൗണ്ട് കേട്ടത്? അല്ല, അത് ചേട്ടനെ കുറച്ച് വലിവുണ്ടേ, അതുകൊണ്ടാ. ചേട്ടാ ഊണെടുത്തോ കേട്ടോ, ഒരു മോൻ വന്നിട്ടുണ്ട്. ചേട്ടാ കറി വല്ലതും കൂട്ടിയായിരുന്നു? എന്റെ അല്ല പിന്നെ ഭയങ്കര എരിപോലെ കാണിക്കുന്നു. അല്ല എരിവല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിവുണ്ടെന്ന് പറഞ്ഞില്ലേ. എരിവല്ല, വലിവ്. വലിവ്. അതെ കഴിക്ക്. ബാക്കിയുള്ള കറികളൊക്കെ വെക്കുക. കറിയിട്. അതുള്ളൂ, കഴിക്ക്. കറി ഇതിനകത്തുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഇടൂല. അതെന്ത്? അതങ്ങനെയാണ്. വീട്ടിലെ ഊണാകുമ്പോൾ 4 കൂട്ടം കറികളുണ്ട്. മറ്റേ പപ്പടം, അവിയൽ, പുളിശ്ശേരി പോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടല്ലോ. കറിയിട്. കറി ഇത് മതിയെന്ന്. ഇവിടെ കറി ഇരിപ്പുണ്ട്, തോരനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഇടൂല. കറി തിന്നണ്ടേ ചോറ്? നീ എന്ത് കഴിക്കാനാണ് വന്നത്? ഞാൻ വീട്ടിലെ ഊണ് കഴിക്കാൻ വന്നത്. നിന്റെ വീട്ടിൽ 16 തരം കറി കൂട്ടിയിട്ടാണ് നീ ഡെയിലി ഊണ് കഴിക്കണത്? 3 കറി അത്രേ ഉള്ളൂ. ഒരു തോരൻ, ഒരു ചാറ്, ഒരു അച്ചാറ്, അത്രേ ഉള്ളൂ. അതാണ് വീട്ടിലെ ഊണ്. മീനാണ്. ഞങ്ങള് വെജിറ്റേറിയൻസ് അല്ലേ? നിങ്ങൾ മീൻ കൂട്ടാതെ ഞാൻ മീൻ തിന്നും. ഞങ്ങളിവിടെ വെക്കാറില്ല മീനൊന്നും. മീനില്ലാതെ എനിക്ക് ചോറ് കഴിക്കുക എങ്ങനെയെങ്കിലും. അല്ല, ഇവിടെ വന്നപ്പോ അതിന്റെ ബിൽഡപ്പ് ഒന്നും അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. അല്ല, ഞങ്ങള് വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞു. ഞങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 കൂട്ടം കറിയുള്ള പിന്നെ എനിക്ക് ചോറ് വേണ്ട. അല്ല അവന് എഴുന്നേറ്റ് പോയിക്കോട്ടെ, പക്ഷേ ഊണിന്റെ കാശ് ഞങ്ങൾക്ക് കിട്ടണം. അതെ, കാശ് വെച്ചിട്ട് പോക്കോ മോൻ. ശരി, ഞാനൊന്നും കഴിച്ചില്ലല്ലോ. നീ കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്തോ, പക്ഷെ കാശ് മേശപ്പുറത്ത് വെച്ചിട്ട് വേണം മോനെ പോവാനായിട്ട്. അത് ശരി. അപ്പൊ ഊണിന് എത്ര രൂപ വില? 150 രൂപയുള്ളൂ. 150 രൂപ? ഇതെങ്ങനെ മുതലാവും? അതാണ് ഞങ്ങൾക്ക് ഇത് മുതലാവുന്നില്ല. പിന്നെ ഒരു കച്ചവട സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, മറ്റുള്ളവർക്ക് ഒരു പരസ്യ സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണിത്. അത് തന്നെയല്ല, വീട്ടിലൂടാണല്ലോ. വീട്ടിൽ കയറി വരുന്ന ഒരുത്തിനോട് എങ്ങനെ കൂടുതൽ കാശ് മേടിക്കുന്നത്? നഷ്ടമാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഊണ് വേണ്ട. നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. വേണ്ടേ? നീ ഇവിടുന്ന് തിന്നിട്ട് പോയാ മതി കേട്ടോ. നിന്നെ ഞാൻ വീട്ടിച്ചിട്ടേ വിടുന്നുള്ളൂ. നീ ഇത് തിന്നിട്ട് ഇറക്കണം പട്ടി. ചോറ് കളയല്ലേ, നമുക്ക് വേറെ ആള് വരുമ്പോ കൊടുക്കാന്ന്. എന്നാലും അവൻ കാണിക്കണം എന്തെന്നാ? കാശ് വെച്ചിട്ട് പോടാ. എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത് നീ. 150 രൂപ വെക്കടാ. അതെ,
ഈ ചോറ് രുചിയില്ല, എനിക്ക് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞു നീ, അതൊന്നും കുഴപ്പമില്ല. 150 രൂപ മേശപ്പ് നോക്കണം. വെച്ചിട്ട് പോടാ, കാശ് വെച്ചിട്ട് പോടാ. ഇത് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്ത് സ്നേഹം നിങ്ങൾക്ക്. എടാ, അത് ഞങ്ങളുടെ കച്ചവട തന്ത്രം. സരസ ചിരിച്ച് ആനയിപ്പിച്ച് ഇവിടെ കൊണ്ടുപോയിരുത്തും. കാശങ്ങാൻ വെച്ചിട്ട് അവിടെ ചീറ്റപ്പുലിയാവും. കൈ കഴിയിട്ട് പറഞ്ഞ കൈയിട്ട് ആ വഴി ഓടിക്കളയരുത്. ഇല്ല, അങ്ങോട്ട് വേറെ വഴിയില്ലല്ലോ. വേറെ വഴി നിന്നേക്കാൾ കൂടുതൽ ഓട്ടം ഞാൻ പഠിച്ചത്. ഞാൻ നല്ല സരസ ഓട്ടക്കാരിയായിരുന്നു. വരും. പല പ്രാവശ്യം ഓടിയിട്ട് അവിടെ വന്ന് കയറിയിരിക്കുന്നത്. ഞാൻ വന്നേക്കാം. ആ ചെല്ലിട്ടാ. ഇങ്ങനെ പോടാ. കയ്യോടെ ചോറങ്ങൾ എടുത്ത് വെച്ചോ. വേറൊരു പാർട്ടി വരുമ്പോ നമുക്ക് കൊടുക്കാം. അതെ. അവനെ കാണില്ലല്ലോ. അവൻ വരും. അവൻ വരാതെ അവിടെ പോവാന്. അത് വന്നിട്ട് കയ്യൊക്കെ കഴുകിയാ? അപ്പൊ കാശ് വെച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്ക് കേട്ടോ. എത്രയായി? 150. കുറയ്ക്കൂലല്ലേ? ഇല്ല. എന്നാ കൊണ്ടുപോയി തിന്ന്. എല്ലാം ഉണ്ടല്ലോ. വാ. എവിടെ പോണു? എന്താണെന്നോ, ഇവിടെ എല്ലാം വീട്ടിൽ അതേ രീതികളിലാണല്ലോ ചെയ്യുന്നത്. അതെ. എന്റെ വീട്ടിൽ ഞാൻ ഊണ് കഴിച്ചാൽ എന്റെ ഭാര്യയും കെട്ടിപ്പിടിച്ച് ഞാനൊന്ന് ഇവിടെ ഉറങ്ങാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിളിച്ചത്. വാ, നമുക്ക് അകത്തോട്ട് പോവാം.